മദ്യം ഉപയോഗിക്കുന്നത് നിയന്ത്രിതമായി ഉപയോഗിക്കാനാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലേ? കഴിക്കുന്ന സാധനം ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കരുതെന്ന് പറയും. അതിനല്ലയോ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്? അതെ, ഇതാണ് നിയന്ത്രിത ഉപയോഗം എന്ന് പറയുന്നത്. താങ്കൾ പറഞ്ഞ MDMA ഏത് സാധനം ലോകത്ത് എന്തുണ്ടായാലും നിയന്ത്രിതമായി ഉപയോഗിക്കാൻ പഠിപ്പിച്ചാൽ അവരുടെ ചോയ്സ് മാത്രമായിട്ട് മാറും. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പിന്നെ ഉപയോഗിക്കത്തുള്ളൂ. നിങ്ങൾ അദ്ദേഹം പറയുന്ന മറ്റൊരാശയം, മദ്യം നിരോധിക്കുന്നില്ല, പിന്നെ എന്തിനാണ് മയക്കുമരുന്നുകൾ നിരോധിക്കുന്നത്? അവയെ നമുക്ക് ലീഗലൈസ് ചെയ്തുകൂടെ? നിയന്ത്രിതമായി മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുകൂടെ? എന്താണ് മയക്കുമരുന്നുകളുടെ മുകളിലുള്ള നിയന്ത്രണം എടുത്തു മാറ്റിയാൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്? അഡോളസെന്റ് സ്പിരിറ്റ് അഥവാ കൗമാര കാലഘട്ടത്തിലുള്ള കുട്ടികളുടെ മസ്തിഷ്കത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ന്യൂറൽ പ്രൂണിംഗ്. അതായത് മസ്തിഷ്കത്തിലെ കോശങ്ങൾ, അവയുടെ കണക്ഷൻസ് എല്ലാം ഒന്ന് വെട്ടി ഒതുക്കപ്പെട്ട് രൂപപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണ്. അതിനെല്ലാം ഒന്ന് പരുവപ്പെടുത്തുന്നത് ഈ കാലഘട്ടത്തിലാണ്. ന്യൂറൽ പ്രൂണിംഗ്. അഡോളസെന്റ് പീരീഡിൽ ലഹരി വസ്തുക്കൾ, പ്രത്യേകിച്ച് ഹാലൂസിനോജൻസ് പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ അത് ഭാവിയിൽ അവരെ ലഹരിക്ക് അടിമകളാക്കും എന്ന് മാത്രമല്ല, അവരുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസ്, ബൗദ്ധികമായ ശേഷികളെ അത് പരിമിതപ്പെടുത്തും. ഒരു വ്യക്തിയുടെ ബുദ്ധി വളർച്ച ഏതാണ്ടൊക്കെ പൂർത്തിയാവുന്നത് ഒരു 10-25 വയസ്സോടു കൂടിയാണ്. നമ്മുടെ മസ്തിഷ്കത്തിന്റെ മുൻഭാഗത്ത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നൊരു ഭാഗമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡോൾസോ ലാറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. ഈ ഡോൾസോ ലാറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ വിവേചന ബുദ്ധിയുടെ അടിസ്ഥാനം. ഇതിന്റെ മച്ചുറേഷൻ അഥവാ പ്രായപൂർത്തിയാകൽ നടക്കുന്നത് ഏതാണ്ട് 25 വയസ്സോടു കൂടിയാണ്. ഇതിനു മുമ്പേ ലഹരി വസ്തുക്കൾ മസ്തിഷ്കത്തിൽ സ്വാധീനം ചെലുത്തിയാൽ അത് മാനസിക രോഗസാധ്യതയെ വർദ്ധിപ്പിക്കും, ചിത്തഭ്രമ രോഗസാധ്യതയെ വർദ്ധിപ്പിക്കും. ജനിതകമായ രോഗസാധ്യതകൾ ഉറങ്ങിക്കിടക്കുന്നത് പുറത്തു കൊണ്ടുവരും.